അത് കാർഡാന്ന് തോന്നുന്നല്ലോ. ഇതാരാ ഇവിടെ കൊണ്ടുവയ്ക്കാൻ? അമ്മ ഞാൻ പോവാണേ. ഇതൊരു ഗ്രീറ്റിംഗ് കാർഡും ഗിഫ്റ്റ് ബോക്സും ആണല്ലോ. ഇതാരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ആരായാലും ഉദ്ദേശം എനിക്ക് തരാനായിരുന്നു തീർച്ച. പക്ഷെ ആര്? ഇനിയിപ്പോ ഇതാ ദീപുവിന്റെ പ്രാന്തായിരിക്കോ? ഇന്നാളെ പൂവൊക്കെ പിടിച്ച് എന്റെ മുമ്പിൽ ചാടി വീണതുപോലെ. ഏതായാലും ചോദിച്ചു കളയും. എന്നിട്ട് മതി ഇതിലെന്താന്ന് പരിശോധിക്കുന്നത്. ദീപു ചേട്ടാ, ദീപു ചേട്ടാ. രണ്ടാളുടെ റെക്കോർഡ്സ് മുഴുവനും വരച്ചിട്ടുണ്ട്. ഈ കോക്രോച്ചിന്റെയും ഈ റൂട്ട്സിന്റെയും ഡ്രോയിങ് ചെറുതായിട്ട് തെറ്റിട്ട് മാറ്റി വരച്ചതാ. പക്ഷെ അറിയൂല. താങ്ക് യു ദീപു ചേട്ടാ. റെക്കോർഡ്സ് വരയ്ക്കുന്ന ചേട്ടന്മാര് സാധാരണ ഞങ്ങളുടെ കാശ് വാങ്ങാറുള്ളതാ. ദീപു ചേട്ടന് എത്ര രൂപയാ വേണ്ടത് പറഞ്ഞാ മതി. എന്നാ ഒരു 2 ലക്ഷം രൂപ തന്നേക്ക്. 2 ലക്ഷം രൂപയോ? ഇല്ലല്ലേ? എന്നാ പിന്നെ ചോദിക്കല്ലേ. നിങ്ങൾ എനിക്ക് രൂപയൊന്നും തരണ്ട. 10 രൂപയുടെ 2 ചോക്കോബാർ വാങ്ങിച്ചെന്നാ മതി. ശരി. ദീപു, ഹാപ്പി ന്യൂ ഇയർ ശ്രീലക്ഷ്മി. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാ ദീപു സത്യം പറയോ? ഞാൻ ആരടുത്ത് കള്ളം പറഞ്ഞാലും ശ്രീലക്ഷ്മിയുടെ അടുത്ത് സത്യം പറയൂ. ധൈര്യമായിട്ട് ചോദിച്ചോ, ഞാൻ സത്യമായിട്ട് പറഞ്ഞോളാം. ഇന്നലെ രാത്രി ദീപുവിന്റെ മുറിയുടെ ജനാലക്കരികിൽ വന്നിരുന്നു എന്തെങ്കിലും ഗിഫ്റ്റ് തരാനായിട്ട്. ഇന്നലെ രാത്രിയോ? ഏയ് ഇല്ലല്ലോ. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ. ദീപു കള്ളം പറയരുത്. ഏയ് ഞാനെന്തിനാ കള്ളം പറയുന്നേ? ശ്രീലക്ഷ്മിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ആരെ കൊണ്ട് വേണമെങ്കിലും സത്യം ചെയ്യാം. വേണമെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ കൊണ്ട് സത്യം ചെയ്യാം. പറയുന്നത് കള്ളമാണെങ്കിൽ അച്ഛന്റെ തല പൊട്ടിത്തെറിച്ച് പോവുമല്ലോ. ഏയ് അതൊന്നും വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. അപ്പൊ പോട്ടെ, ഇനി നിന്നാലേ ഓഫീസിൽ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ആരായിരിക്കും ഈ ഗിഫ്റ്റ് അവിടെ കൊണ്ടുവച്ചത്?
സുപ്രഭാതം പുതുവത്സരമേ. ആദിവ്യാധികൾ മാറി ജീവിതം ഒരു സുന്ദര സ്വപ്നമായി മാറട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആ ന്യൂ ഇയർ ഗിഫ്റ്റും കാർഡും അവൾ കണ്ടു കാണുമായിരിക്കും. അതിൽ പേരെഴുതി വെക്കാതിരുന്നത് മനഃപൂർവ്വമായിരുന്നു. രാവിലെ അവളുടെ അച്ഛനോ അമ്മയോ ആണ് അത് കാണുന്നതെങ്കിൽ എന്തു കരുതും? ഇനി ശ്രീലക്ഷ്മി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരാണ് അവിടെ വെച്ചെന്ന് കരുതി കാണും. പാവം, ആകെ കൺഫ്യൂഷനായി കാണും. സാരമില്ല, അവൾ ബുദ്ധിയുള്ള കുട്ടിയാണ്. രവിവർമ്മനെ അടയാളപ്പെടുത്തുന്നൊരു വാക്ക് ആ സമ്മാനത്തിലുണ്ട്. അതവൾ കണ്ടെത്തും, തിരിച്ചറിയുകയും ചെയ്യും. വിശ്വാസം, ട്രസ്റ്റ്, അതാണ് പ്രണയത്തിന്റെ താക്കോൽ വാക്ക്. താനോടെ നിന്ന് തന്റെ മുറിവ് എങ്ങനെയുണ്ട്? ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല സർ, ചെറിയ മുറിവാ, ഒരു സ്റ്റിച്ച് ഉണ്ട്, അത്രേ ഉള്ളൂ. സോറി, ആ നേരത്തൊരു ടെൻഷനിൽ സംഭവിച്ചു പോയതാ. കുഴപ്പമില്ല സർ. തന്റെ പേരെന്താ? വിനോദ് കുമാർ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും വൈഫും ഒരു കുട്ടിയും. കുട്ടിക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക. അയ്യോ വേണ്ട സർ. സാരമല്ലോ, എല്ലാവരും സന്തോഷത്തിനല്ലേ. രാജാറാമ മാർഷലൊന്നും അറിയില്ല. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നന്ദൻ, 1 minute. ഹായ് ശ്രീലക്ഷ്മി, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സോറി, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ജസ്റ്റ് ഒരു സംശയം തീർക്കുന്നതാ. നന്ദൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പോ എനിക്ക് വല്ല ഗിഫ്റ്റും കൊണ്ടുവന്നായിരുന്നോ? എന്ത് ഗിഫ്റ്റ്? ആ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേ. ഗിഫ്റ്റ് കൊണ്ടുവന്നോ ഇല്ലയോ? അത് കൊണ്ടുവന്നല്ലോ, കൊണ്ടുവന്നു. പക്ഷെ അത് ദോസ്തിന് കൊടുക്കാൻ വേണ്ടിയാ, തനിക്കല്ല. അല്ല, എന്ത് ഗിഫ്റ്റ്? ഗിറ്റാറ്. ആ, നന്ദൻ തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. ഓ, ഐ എം സോറി. സത്യത്തിൽ ഇന്നലെ ഞാൻ വന്നപ്പോ തന്റെ ഫോണും എന്റെ ഗിറ്റാറും മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ.
തനിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ താനത് ഏത് സെൻസിൽ എടുക്കുമെന്ന് സംശയിച്ചതുകൊണ്ട് വാങ്ങാൻ മടിച്ചു. ഏതായാലും എന്റെ ദോസ്തിന് ഗിറ്റാർ പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാനൊരു പുതിയ ഗിറ്റാർ വാങ്ങി ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതുറപ്പാ. അല്ല, അതിരിക്കട്ടെ, താൻ ഇത്രയും നേരം ചോദിച്ചത് ഏത് ഗിഫ്റ്റിന്റെ കാര്യമാണ്? അത് മനസ്സിലായില്ല. ഡു യു ഹാവ് ഇറ്റ് നൗ? ആഹാ, ഇത് കൊള്ളാലോ സംഭവം. അല്ല, ആരായിരിക്കും ഈ ഗിഫ്റ്റ് ശ്രീലക്ഷ്മിയുടെ അടുത്ത് കൊണ്ടുവന്നത്? ഞാൻ ആലോചിച്ചിട്ട് അതിന് ഒരേ ഒരാൾ മാത്രമാവാനാണ് സാധ്യത. അതവിടെ ഇരിക്കട്ടെ, ഇത് ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? എന്താ ഇവിടെ? ശ്രീലക്ഷ്മി ഇവിടെ ലേറ്റ് ആയിട്ടല്ലേ വന്നത്? ഇനി എന്താ ഇവിടെ? സീലിലേക്ക് പിടിച്ചോളൂ. അല്ല, തന്നോട് ഇനി പ്രത്യേകം പറയണോ? പോകാം മിസ്റ്റർ ബോസ്. ന്യൂ ഇയർ ആയിട്ട് വെടിവെച്ച് കൊല്ലല്ലേ പ്ലീസ്. അവനിപ്പോ നാടകം കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇവനിനിപ്പോ വല്ല രഹസ്യവും ചോർത്ത് നടക്കുന്ന ചാരനാണെങ്കിൽ അപ്പം മനസ്സിലാവില്ലേ രവി ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇനി ആ ജീഡി എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നത് ആർക്കറിയാം. ഒറ്റയ്ക്കുള്ള വേട്ടയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇൻഫർമേഷൻസ് അതെനിക്ക് ആവശ്യമാണ്. അതാണ് നിങ്ങളുടെ ജോലി. രവിചന്ദ്രവർമ്മന്റെ കണക്ക് പുസ്തകത്തിലെ ആദ്യത്തെ ശത്രു ഞാനായിരിക്കും, അവസാനത്തേത്. എനിക്ക് വേണ്ടത് അവന്റെ ജീവനാണ്. പക്ഷേ അവനൊരു കാവൽ നായുണ്ട്, രാജാറാം. നായ കുരച്ചുകൊണ്ടേയിരിക്കും, യാത്രക്കാർ പൊയ്ക്കൊണ്ടേയിരിക്കും. തിരോചനമാണ്. അത് വേണം നിങ്ങളുടെ ഈ മനസ്സിൽ. നമ്മുടെ ഈ മിഷനിൽ ഇടയ്ക്ക് രാജാറാമിന്റെ ഭീഷണി ഉണ്ടാകും. അത് കാര്യമാക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഭയമുള്ളവർക്ക് പിന്മാറാം. ഈ നിമിഷം ഒരാൾ മതി എനിക്ക് കൂടെ എന്റെ പിന്നിൽ നിൽക്കാൻ. അവൻ കെട്ടിപ്പടുത്തുയർത്തിയ അവന്റെ സാമ്രാജ്യം തകരണം. തകർക്കും ഞാൻ. ഞാൻ കഴിഞ്ഞ 20 വർഷമായി രാവും പകലും കണ്ട സ്വപ്നമാണ്. എനിക്കത് നിറവേറ്റിയേ തീരൂ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി സർ. എന്നാൽ പോകാം. എന്റെ വിളി കാത്തിരുന്നാൽ മതി. സാറ് തന്നിരിക്കുന്നത് മുഴുവൻ ഏതോ ട്യൂട്ടോറിയൽ കോളേജിലെ നോട്ട്സാ. ഈ ക്വസ്റ്റ്യൻ ഒന്നും പരീക്ഷയ്ക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, സാറിനെന്തോ എക്സാം ബോർഡിൽ പിടിപാടുണ്ടെന്നാ പറയുന്നേ. ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരും. വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റൂ. നീ ആ നോട്ട്സ് ഇങ്ങ് തന്നെ, ഞാൻ നോക്കട്ടെ.
കൃഷ്ണൻ ഒരു മിനിറ്റ്. എന്താടി? ഞങ്ങൾ ഇവിടെ കമ്പൈൻ സ്റ്റഡിയിൽ ബിസിയാ. നിനക്കെന്താ വേണ്ടേ? എന്നാ പിന്നെ നീ അങ്ങ് വലിയ ബിസി ആയിരുന്നോ? ഞാൻ പോന്നു. ഒരു മിനിറ്റ്, അവളൊരു തൊട്ടാവാടിയാ. ശ്രീ, നിക്കടി എവിടെ? പിണങ്ങാതെ നീ കാര്യം പറ. പിണക്കൊന്നും അല്ല. രാവിലെ ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ കണ്ടത് എന്റെ മുറിയുടെ ജനാലയ്ക്ക് പുറത്ത് ഒരു കാർഡും ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നതാ. ഗിഫ്റ്റും കാർഡോ? ആ, അതാരാ ഇവിടെ കൊണ്ടുവച്ചേ? അതില് പേരൊന്നുമില്ല. പക്ഷെ ഏതായാലും അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ആദ്യം ദീപുവിനായിരുന്നു എനിക്ക് സംശയം. പക്ഷെ ദീപുവിനോട് ചോദിച്ചപ്പോ അവനല്ലെന്നാ പറഞ്ഞേ. ഏയ്, ദീപു അങ്ങനെയുള്ള സാഹസമൊന്നും ചെയ്യില്ല. അവനാണെങ്കി നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി രാത്രി ഉറങ്ങാതെ നേരം വെളുക്കും വരെ ഈ നടയിൽ കാത്തു നിന്നനെ. ഏതായാലും ഇതാള് ദീപു അല്ലെന്ന് ഉറപ്പാ. പിന്നെ വേറെ ആരായിരിക്കും നിനക്കിങ്ങനെ ഒളിച്ചു വന്ന് ഗിഫ്റ്റ് കൊണ്ട് വെച്ചിട്ട് പോവാൻ? ഇനി രവിവർമ്മൻ സാർ വല്ലതും ആയിരിക്കോ? ഒന്ന് പോടി. ലണ്ടനിൽ നിൽക്കുന്ന സാർ എങ്ങനെയാ എനിക്ക് ഗിഫ്റ്റും കൊണ്ട് ഇവിടെ വരുന്നേ? അല്ലെങ്കിൽ തന്നെ സാറാണെങ്കിൽ ജനാലയ്ക്ക് അടുത്ത് കൊണ്ട് വെച്ചിട്ട് പോകേണ്ട കാര്യം എന്താ? അതും ശരിയാണ്. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇന്നലെ രാത്രി ആ നന്ദൻ നിന്റെ വീട്ടിൽ വന്നിരുന്നില്ലേ? അപ്പോ ഇനി ആ നന്ദൻ തന്നെ ആയിരിക്കോ ഈ ധീരകൃത്യം ചെയ്തത്? ഇല്ല കൃഷ്ണ, ഞാൻ ഓഫീസിൽ ചെന്ന് നന്ദനോടും ചോദിച്ചു ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ നന്ദൻ ഈ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല. പോരെങ്കിൽ ഞാൻ ഈ കാര്യം നന്ദനോട് ചോദിക്കുമ്പോ രാജാറാം സാറിന്റെ അടുത്തുനിന്ന് രണ്ടാൾക്കും നല്ല വഴക്കും കിട്ടി. ഇതാള് നന്ദനല്ലെന്ന് എനിക്ക് തീർച്ചയാ. ശരി, ആ ഗിഫ്റ്റ് എവിടെയാ? മുറിയിൽ വെച്ചിരിക്കണോ നീ? നോ, എന്റെ ബാഗിലുണ്ട്. ആഹാ, നീ അത് തുറന്നു നോക്കിയോ? ആ ഗിഫ്റ്റ് എന്താന്ന്? ഇല്ല. ബെസ്റ്റ്, നല്ല ആളാ. അപ്പൊ രാവിലെ മുതൽ അതും കൊണ്ട് നടക്കാണല്ലേ? എന്ന് പറഞ്ഞാ ഞാനതിങ്ങനെ തുറന്നു നോക്കുവടി. അതാര് കൊണ്ടുവച്ചോന്ന് അറിയില്ല, പിന്നെ ആർക്കാണെന്നും അറിയില്ല. എന്റെ മുറിയുടെ ജനാലയുടെ പുറത്തുനിന്ന് കിട്ടിയെന്ന് വെച്ച് അത് എനിക്ക് തന്നെ ആവണമെന്നില്ലല്ലോ. ശരി, അതെന്തോ ആയിക്കോട്ടെ. നീ അതൊന്നും എടുത്തേ, നമുക്ക് സംഭവം എന്താന്ന് നോക്കിക്കളയാം. ട്രസ്റ്റ്. ആഹാ, കൊള്ളാലോ സംഭവം. അല്ല, ഇത് നിന്റെ രവിവർമ്മൻ സാറിന്റെ മന്ത്രമാണല്ലോ. ട്രസ്റ്റ്. എന്താടി, ഈ ലോകത്തൊന്നും അല്ലേ? പക്ഷെ ലണ്ടനിൽ നിൽക്കുന്ന സാർ എങ്ങനെ ഇത് ഇവിടെ കൊണ്ടുവെക്കും? അത് നീ പറ. പറന്നു കൊണ്ടിട്ടിട്ട് പോയി കാണും, അല്ലാതെ പിന്നെന്താ? നിനക്കെന്റെ കയ്യിൽ നിന്ന് വീക്ക് കിട്ടുവേ. ഓരോ കഥകൾ ഉണ്ടാക്കി പറയുന്നു. പറന്നു കൊണ്ടൊന്ന് ഇട്ടുന്നു പോലും. നീ അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ ഇങ്ങനെയും ചിലതൊക്കെ സംഭവിക്കും. നീ പുരാണങ്ങളിൽ കേട്ടിട്ടില്ലേ, സത്യവാന്റെ ജീവൻ കിട്ടാൻ സാവിത്രി യമരാജാവിനെ തോൽപ്പിച്ച നാടാ ഇത്. ആർക്കറിയാം, ഇന്നലെ രാത്രി രവിവർമ്മൻ സാർ നിന്നെ കാണാൻ പറന്നു വന്നില്ലാന്ന്. ഓടി അവിടുന്ന്.